അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കുമ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ 2-3 പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ബാക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ 17 ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആവുന്ന സമയത്തും അതുപോലെ സെൽഫ് ഒക്യുപ്പൈഡ് ആവുന്ന സമയത്തും അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റിന് ഡിഫറൻസ് ഉണ്ട്. സെൽഫ് ഒക്യുപ്പൈഡ് ആവുന്ന സമയത്ത് അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും കാണേണ്ട ആവശ്യമില്ല. അതേസമയം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിൻ്റെ പോർഷൻ ഓഫ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയും വേണം. നമ്മൾ പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. ബി ഓൺസ് എ ഹൗസ് പ്രോപ്പർട്ടി അറ്റ് ഡൽഹി. ഇറ്റ് വാസ് കംപ്ലീറ്റഡ് ഓൺ 1st November 2022 ആൻഡ് ഈസ് യൂസ്ഡ് ആസ് ഫോളോസ്. ഈ ഒരു വീടിന് 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 25% ഓൺ ദ ഫ്ലോർ ഈസ് യൂസ്ഡ് ഫോർ ഹിസ് ഓൺ ബിസിനസ്സിനാണ് യൂസ് ചെയ്തതെങ്കിൽ അത് ഏത് ഹെഡിൽ പോകും? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, അത് നമ്മുടെ ലെറ്റ് ഔട്ടിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ദെൻ 25% ഓൺ ദ ഫ്ലോർ ഏരിയ ഈസ് സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ അത്രയും പോർഷൻ്റെത് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ദെൻ 25% ഓൺ ദ ഫ്ലോർ ഏരിയ ഈസ് ലെറ്റ് ഔട്ട് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് അറ്റ് 1000 per month. അത് നമ്മളുടെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് നോക്കേണ്ടതാണ്. ലെറ്റ് ഔട്ട് ആണ്. ദെൻ 25% ഓൺ ദ ഫ്ലോർ ഏരിയ വാസ് ലെറ്റ് ഔട്ട് ഫോർ നോൺ റെസിഡൻഷ്യൽ പർപ്പസ് അറ്റ് 1000 per month വിത്ത് എഫക്റ്റ് ഫ്രം 1st April 2024 to 28th February 2025 and self-occupied from 1st March 2025 onwards. Municipal taxes paid at 4,000 per annum. Compute B's income from house property. Computation of income from house property. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 25% ബിസിനസ് പർപ്പസിനും 25% സെൽഫ് ഒക്യുപ്പൈഡും ആണ്. അത് രണ്ടും നമ്മളുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി 50%-ൻ്റെത് വെച്ചിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല? മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെൻ്റൽ വാല്യൂ അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് എന്ത് മാത്രം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ആക്ച്വൽ റെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് ഓൾ ഹൗസിൻ്റെത് 1000 × 12 × 4 1000 per month ആണ് നമ്മളുടെ റെൻറ്റ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 1000 × 12 ഒരു കൊല്ലത്തേക്ക് 4 ഏരിയക്കും കൂടെ കിട്ടുന്നത് 48,000 രൂപയായിരിക്കും. പക്ഷേ അതിൽ 1/4 പോർഷൻ ബിസിനസ് ആവശ്യത്തിനും ദെൻ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷനാണ് 1/4 എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 24,000 മാത്രമാണ് നമുക്ക് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ട ഇൻകം വരുന്നത്. അതങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല, നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 1000 × 12 × 2 ചെയ്താൽ മാത്രം മതി. കാരണം ഈ 2 പർപ്പസിന് വേണ്ടിയുള്ളത് മാത്രമേ നമുക്ക് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്നുള്ള കേസിൽ ട്രീറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഫുൾ എമൗണ്ടിൽ നിന്ന് ഈ 2 എണ്ണം ഒഴിവാക്കിയിട്ട് ബാലൻസ് എമൗണ്ട് കാണാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് 1000 × 12 × 2 മാത്രം ചെയ്താലും അത് നിങ്ങളുടെ ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് 2 ഏരിയേൻ്റെത് ഈ 2 എണ്ണത്തിൻ്റെത് മാത്രമേ നമ്മളുടെ ആക്ച്വൽ റെൻ്റായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 24,000 നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്, നമുക്ക് തന്നിട്ടുള്ളത് മുനിസിപ്പൽ ടാക്സ് പറഞ്ഞിട്ടുണ്ട് 4,000 per annum. അത് 4 ഹൗസിൻ്റെ ഈ 4 ഏരിയക്കും കൂടിയാണ് മുനിസിപ്പൽ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യുന്നത് 4,000. പക്ഷേ അതിൽ ഈ 25%-ഉം 25%-ഉം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബാക്കി ഹാഫ് മാത്രം, ബാക്കി 50% ആയിട്ടുള്ള ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ എടുത്താൽ മതി. 4,000 മൊത്തം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല. മുനിസിപ്പൽ ടാക്സ് എത്രയാണോ നമുക്ക് ചാർജബിൾ ടു ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി അത് മാത്രമേ നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 4,000-ൻ്റെ പകുതി മാത്രം, ഈ 2 ഒഴികെ ബാക്കി പകുതി മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് പെർസെൻറ്റേജ് വെച്ച് പറഞ്ഞതുകൊണ്ടാണ്, അതായത് ഈക്വൽ പെർസെൻറ്റേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഹാഫ് എടുക്കുന്നത്. ചിലപ്പം ഡിഫറെൻറ്റ് പ്രൊപ്പോർഷനിലേക്കും വീട് നമ്മൾ പകുതി ലെറ്റ് ഔട്ട് ചെയ്യുന്നതിന് പകരം
25% ലെറ്റ് ഔട്ടും 35% റെസിഡൻഷ്യൽ പർപ്പസ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, ലെറ്റ് ഔട്ട് പോർഷൻ്റെത് മാത്രം നമ്മൾ മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുക. ബാക്കിയുള്ളത് എങ്ങനെ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണെങ്കിലും അതല്ല പെർസെൻറ്റേജ് ആയിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതിലെ കാൽക്കുലേഷനിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ 4000ൻ്റെ പകുതി 2000 മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇതിൽ അൺറിയലൈസ്ഡ് റെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ തന്നെയാണ് നമ്മളുടെ ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഗ്രോസ് അല്ല, ആനുവൽ വാല്യൂ ആണത്, മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. ദെൻ ഈ ആനുവൽ വാല്യൂൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചു, ബാക്കി ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിൽ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ലെറ്റ് ഔട്ട് പോർഷൻ്റെത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രീറ്റ് ചെയ്താൽ മതി. ഈ പോർഷനിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഈ ഒരു വീട് തന്നെ ഇവർ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടും എടുത്തിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, 1 April 2024 ടു 28 February 2025 വരെ ലെറ്റ് ഔട്ട് ചെയ്തു. അതിനുശേഷം മാർച്ച് മുതൽ സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുത്തു. ഒരു ഇയറിൽ ഒരു വീട് പകുതി മന്തിലേക്ക് ലെറ്റ് ഔട്ടായിട്ടും പകുതി മന്തിലേക്ക് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കത് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് ആൻഡ് പാർട്ട്ലി ലെറ്റ് ഔട്ട് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അത് ഏത് കേസ് മാത്രമാണ് പറയുന്നത്, ഒരു വീട് ഒരേ സമയം പകുതി നമ്മൾ ലെറ്റ് ഔട്ടും പകുതി സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്നത്. അതല്ലാതെ ആദ്യത്തെ 6 മാസം സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ടും അടുത്ത 6 മാസം നമ്മൾ ലെറ്റ് ഔട്ട് ആയിട്ടും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് അല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ കേസ് എടുക്കാത്തത്. ഈ സെൽഫ് ഓക്യുപ്പൈഡ് അത് എപ്പോൾ മുതലാണ്, March 2025 മുതലാണ്. അത് നമ്മളുടെ അടുത്ത ഇയറിലേക്ക് മാറിയല്ലോ. അപ്പോൾ ആ സെൽഫ് ഓക്യുപ്പൈഡിൻ്റെ നമ്മൾ ഇവിടെ കണക്കാക്കേണ്ട കാര്യമില്ല. അതായത് അടുത്ത ഇയറിലേക്ക് നോക്കുമ്പം ഈ വീടിൻ്റെ അല്ലെങ്കിൽ ഇത്രയും ഈ 25 പോർഷനും പെർസെൻറ്റേജ് എന്ന് പറയുന്നതും സെൽഫ് ഓക്യുപ്പൈഡ് തന്നെയായിട്ടാണ് നമ്മൾ കാട്ടേണ്ടി വരിക. ആ കൊല്ലം വേക്കൻ്റ് ആയിട്ട് സെൽഫ് ഓക്യുപ്പൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ കറൻറ്റ് ഇയറിൽ അത് നമ്മൾ എന്തിന് യൂസ് ചെയ്തത് തന്നെയാണ്, ലെറ്റ് ഔട്ട് പർപ്പസിന് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ഏരിയയും ലെറ്റ് ഔട്ട് എന്നുള്ള കൺസിഡറേഷനിലാണ് വന്നിട്ടുള്ളത്. അത് റെസിഡൻഷ്യൽ ആണെങ്കിലും നോൺ റെസിഡൻഷ്യൽ ആണെങ്കിലും ഒക്കെ ലെറ്റ് ഔട്ടിനാണെങ്കിൽ അത് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതെ, അപ്പോൾ പാർട്ട്ലി ലെറ്റ് ഔട്ട് ആൻഡ് പാർട്ട്ലി സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുമ്പം അത് ഒരു ഇയറിൽ 2 പീരീഡിലാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരേ ഇയറിൽ ഒരേ സമയത്ത് നമ്മൾ ഒരു വീട് തന്നെ 2 ഭാഗമാക്കിയിട്ട് ലെറ്റ് ഔട്ടും സെൽഫ് ഓക്യുപ്പൈഡും ആണെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രൊവിഷൻ നമുക്ക് ആപ്ലിക്കബിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. Mr. Sethu is the owner of a house property situated in Calicut. It has been let out for 96,000. The tax payable by the owner for the house property is 9,000 on municipal valuation of 90,000. അപ്പോൾ ഇവിടെ നമുക്ക് മുനിസിപ്പൽ ടാക്സ് ഇത്ര പെർസെൻറ്റേജ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് 9,000 ആണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത്. അത് കണക്കാക്കിയിരിക്കുന്നത് 90,000 മുനിസിപ്പൽ വാല്യൂവിൻ്റെ മുകളിലാണ്. അപ്പോൾ മുനിസിപ്പൽ വാല്യൂവിൻ്റെ മുകളിൽ 10% ആയിരിക്കും ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് 9,000 കിട്ടിയിട്ടുള്ളത്. ബട്ട് ദ ലാൻഡ് ലോഡ് മെയ്ഡ് ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദ ടെനൻറ്റ് ദാറ്റ് ദ ടെനൻറ്റ് വിൽ പേ ദ ടാക്സ്. ഇവിടെ എന്താണ്, ടെനൻ്റാണ് ടാക്സ് പേ ചെയ്യുന്നത്. നമ്മൾ എന്ത് പറഞ്ഞു, ഓണർ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്താൽ മാത്രമേ നമുക്കത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടെനൻ്റാണ് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് പേ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ലെസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. The owner provide the following amenities for which expenses are met by himself. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഓണർ ഈ ടെനൻറ്റിന് സർട്ടൻ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ ചാർജസ് ഒരു 500 ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ 2 ഐറ്റം വിട്ടുപോയിട്ടുള്ളതാണ്. ലിഫ്റ്റ് മെയിൻ്റനൻസിനായിട്ട് ഒരു 1,500ഉം അതുപോലെ ലിഫ്റ്റ് മെയിൻ്റനൻസിനായിട്ട് ഒരു 1,500ഉം ദെൻ ലിഫ്റ്റ് മെയിൻ്റനൻസിനായിട്ട് സാലറി ഓഫ് ഗാർഡനറായിട്ട് ഒരു 1,800ഉം
ലൈറ്റിംഗ് ഓഫ് സ്റ്റേഴ്സ് ആയിട്ട് 500 ആ ഒരു ഇൻഫോർമേഷനും കൂടി ഈ ക്വസ്റ്റ്യനിലുണ്ട്. അത് ഇതിൽ വന്നതിൻ്റെ ഒരു മിസ്സായി പോയതാണ്. അപ്പോൾ അത്രയും എക്സ്പെൻസുകൾ ഈ ഓണർക്ക് വന്നിട്ടുണ്ട്. എന്ത് റിലേറ്റഡ് ആയിട്ട്? ഈ സർട്ടൻ എമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് വന്നിട്ടുള്ള എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൂടെ മീറ്റ് ചെയ്യുന്നതിനാണ് ഓവറോളായിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% നമ്മൾ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതെപ്പോൾ വരുന്നതാ? അത് നമുക്ക് ഈ ഒരു റെൻ്റൽ ചാർജസ് വന്നതിന് ശേഷം നമ്മൾ റിപ്പയർ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്നതോ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണെങ്കിലാണ് ആ എക്സ്പെൻസുകളാണ് നമ്മൾ ഈ 30% അണ്ടറിൽ വരുന്നത്, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ വരുന്നത്. ഈ ഒരു ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓണർക്ക് വന്ന എക്സ്പെൻസുകൾ നമുക്ക് സെപ്പറേറ്റ് ലെസ് ചെയ്യാം. അതായത് റെൻ്റൽ ചാർജസ് നമ്മൾ റിസീവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ടെനൻറ്റിന് സർട്ടൻ എമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഓണർക്ക് എന്തെങ്കിലും എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെൻറ്റൽ വാല്യൂന്ന് ലെസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന റെൻറ്റിൽ നിന്ന് ലെസ് ചെയ്യാവുന്നതാണ് റെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം. അതൊന്ന് മനസ്സിൽ വെക്കുക. Then landlord claim the following deductions: land revenue 3,000, repair 30,000, collection charges 500, legal charges incurred for purchase of land on which house property is situated 24,000. You required to calculate the income from house property. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെൻസ് ഒന്നും നമുക്ക് നോർമൽ കേസസിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളല്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ലെസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഈ ടെനൻറ്റിന് എമ്യൂണിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് വന്നിട്ട് ചിലവായിട്ടുള്ള എക്സ്പെൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റെൻറ്റൽ വാല്യൂന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ റെൻറ്റൽ വാല്യൂ എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കുക, ആൻസറിലേക്ക് നോക്കുമ്പോൾ റെൻറ്റൽ വാല്യൂ 96,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 96,000 നിന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള വാട്ടർ ചാർജസ്, ലിഫ്റ്റ് മെയിൻ്റനൻസ്, സാലറി ഓഫ് ഗാർഡനർ, ലൈറ്റിംഗ് ഓഫ് സ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇത്രയും എക്സ്പെൻസുകൾ നമുക്ക് കുറയ്ക്കാം. അത് എക്സ്പെൻസ് ഏതാണെന്ന് നോക്കിയിട്ടല്ല, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്? ടെനൻറ്റിന് സർട്ടൻ എമ്യൂണിറ്റീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പെൻസുകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് കുറയ്ക്കുന്നത്. അതല്ലാതെ ഇത് ലിഫ്റ്റ് മെയിൻ്റനൻസിൻ്റെ ചാർജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഗാർഡനറുടെ ചാർജ് ആയതുകൊണ്ടോ അല്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? എമ്യൂണിറ്റീസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഹൗസിന് അതിൻ്റെ സർട്ടൻ ഫെസിലിറ്റീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പെൻസുകളായതുകൊണ്ടാണ്. അപ്പോൾ അത്രയും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് റെൻറ്റൽ ചാർജസ് എത്രയാണെന്നുള്ളത് കിട്ടും, 91,700. ഓക്കെ, ഇതാണ് നമ്മളുടെ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് മുനിസിപ്പൽ വാല്യൂ 90,000 ആണ്. അപ്പം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. മുനിസിപ്പൽ വാല്യൂ 90,000 ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഈസ് ഹയർ, 90,000 ഓർ 91,700 വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ 91,700 തന്നെയാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം എന്താണ്? ഇത് ടെനൻ്റാണ് ഇവിടെ പേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ ടാക്സ് നമുക്ക് ലെസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. സോ 91,700 തന്നെയാണ് നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നതും. അതിൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, ഇത് അവിടെ ഒരു എക്സ്പെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ആൻഡ് അതുപോലെ തന്നെ മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് ടെനൻറ്റുമാണ്. ഇത് രണ്ട് ഇതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നുള്ളൂ. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ,